ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ജിൻഡോ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ 5 പേര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ടാണ് ഇവിടെ കളിക്കുന്നത് ബിഗ് ബോസ്. ഇത് നമുക്ക് പൊളിച്ചെടുക്കണം, ഇത് അനുവദിച്ച് കൊടുക്കരുത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ജിൻഡോ ഇതൊക്കെ പറയുന്നത്. അതായത് ജിൻഡോ മറ്റേ താക്കോല് തിരയുകയായിരുന്നു. പക്ഷേ ജിൻഡോയ്ക്ക് അതിന് കിച്ചൻ്റെ താക്കോല് കിട്ടിയില്ല. അർജുൻ എവിടെയോ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അത് തിരഞ്ഞ് കഴിഞ്ഞ് കിട്ടാതെ ആയപ്പോഴാണ് ജിൻഡോ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, ഇവർ 5 പേര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഗെയിം കളിക്കുന്നത്, ഇത് നമുക്ക് പൊളിച്ചെടുക്കണമെന്ന് ജിൻഡോ പറയുന്നുണ്ട്. ഈ 5 പേര് ആരാ വെച്ചാൽ അർജുനുണ്ട്, ഗബ്രിയുണ്ട്, ജാസ്മിനുണ്ട്, റസ്മിനുണ്ട്, അതുപോലെ തന്നെ നോറയുണ്ട്. ജിൻഡോ പറയുന്നത് ശരിയാണെങ്കിൽ അത് പൊളിച്ചെടുക്കുക തന്നെ വേണം, അത് ചോദിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടുള്ളൊരു ഗെയിമാണ്. ഇവരെല്ലാം പുറത്തുനിന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ട് കളിക്കുകയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ഷോ നടത്തുന്നതിൽ അർത്ഥം തന്നെ ഇല്ല. ജിൻഡോ ഇത് കുറേ പ്രാവശ്യമായി ഇത് ഇങ്ങനെ പറയുന്നു, പക്ഷേ ഇതാരും ഇതുവരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇനി ജിൻഡോ പറയുന്നത് കള്ളമാണെങ്കിൽ അതും പൊളിച്ചു അടക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ഡ്യൂട്ടിയാണ്. കാരണം ബിഗ് ബോസിനെതിരെയാണ് ഇങ്ങനെയൊരു കാരണം വന്നിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് അത് പൊളിച്ചെടുക്കേണ്ട ആവശ്യം തന്നെയുണ്ട്. അല്ലാണ്ട് ഒരു റിയാലിറ്റി ഷോയാന്ന് പറഞ്ഞിട്ട് അവിടെ പ്ലാൻ ചെയ്ത് വന്ന് കളിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ യാതൊരു അർത്ഥവുമില്ലല്ലോ. അപ്പോൾ ജിൻഡോ പറയുന്നതാണോ കള്ളത്തരം, അല്ലെങ്കിൽ ഇവർ പ്ലാൻ ചെയ്താണോ വന്ന് കളിക്കുന്നത് എന്നുള്ള കാര്യം ബിഗ് ബോസ് തന്നെ ലാലേട്ടൻ വരുമ്പോൾ പൊളിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്.